ഹായ് ഡിയേഴ്സ്, വിൻഷോർ കൃഷ്ണയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു പഫ് സ്ലീവ് എങ്ങനെയാണ് വളരെ സിമ്പിളായിട്ട് ഒരു ടെൻഷനും കൂടാതെ കട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഒരു സ്ലീവിൻ്റെ തുണിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് രണ്ട് സ്ലീവിൻ്റെ ഉണ്ടെങ്കിൽ ഇതേപോലെ രണ്ട് ഭാഗമായിട്ട് ഇങ്ങനെ മടക്കുക കേട്ടോ. ഞാനിപ്പോൾ 2 പീസായിട്ടാണ് ഇത് മടക്കിയിട്ടുള്ളത്. 2 സ്ലീവിനാണെങ്കിൽ 4 പീസ് ഉണ്ടാവും. അപ്പോൾ ഇത് കുറച്ച് വീതി അധികമുള്ള തുണിയായിരിക്കണം, കാരണം പഫ് സ്ലീവിന് കുറച്ചധികം തുണി ആവശ്യമാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിൻ്റെ ലെങ്ത്ത് ആണ് ഒന്ന് അടയാളപ്പെടുത്തേണ്ടത്. അപ്പോൾ എൻ്റെ ആ ഒരു ചുരിദാറിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 5.5 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ കൂടെ 1 ഇഞ്ചും കൂടി തയ്യൽ തുമ്പ് ചേർത്തിട്ട് 6.5 ഇഞ്ചിൽ ഞാനൊന്ന് അടയാളപ്പെടുത്തുകയാണ്. അതിനുശേഷം നമുക്കിത് പഫ് സ്ലീവിൻ്റെ ആ ഒരു സ്പേസിന് വേണ്ടിയിട്ട് കുറച്ച് സ്ഥലം അവിടെ നമുക്ക് ഒഴിവാക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ബാക്കി അടയാളപ്പെടുത്തേണ്ടത് കേട്ടോ. അപ്പോൾ ഒരു 4.5 ഇഞ്ചിലാണ് ഞാൻ ഒരു പഫിന് വേണ്ടിയിട്ട് ഞൊറിക്ക് വേണ്ടിയിട്ട് വിടുന്നത്. 4.5 5 ഒരു 5.5 ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് നല്ല ഞൊറി കിട്ടും. പക്ഷെ ഞാനിവിടെ ഒരു 4.5 മാത്രമേ എടുക്കുന്നുള്ളൂ. മുകളിലും 4.5 അടയാളപ്പെടുത്തുക. അതുപോലെ നമ്മൾ ആ ഒരു ലെങ്ത്തിന് വേണ്ടി അടയാളപ്പെടുത്തിയില്ലേ, അവിടുന്ന് ഇങ്ങോട്ടേക്കും 4.5 ഇഞ്ചിൽ അടയാളപ്പെടുത്തുക. എന്നിട്ട് ആ ഒരു 2 പോയിൻറ്റും കൂടി ഒന്ന് യോജിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ അധികമായിട്ടൊന്നും ചെയ്തിട്ടില്ല. ആ ഒരു പീസ് തുണിയിൽ നമ്മൾ ലെങ്ത്ത് ആദ്യം അടയാളപ്പെടുത്തി, ലെങ്ത്തിൽ നിന്ന് കുറച്ച് ഇങ്ങോട്ടേക്ക് ആ പഫിന് വേണ്ടിയിട്ട് 4.5 അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അത്ര മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇനി ആ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച അവിടെയും നമ്മൾ ആ ലെങ്ത്തിൻ്റെ അതേ പോയിൻ്റ് തന്നെ അടയാളപ്പെടുത്തുക. കാരണം അവിടെ മുതലാണ് ഇനി നമുക്ക് ഒരു സ്ലീവിൻ്റെ ബാക്കിയുള്ള എല്ലാ കട്ടിങ്ങും ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ ലെങ്ത്ത് അവിടെ അടയാളപ്പെടുത്തി 5.5യും അതുപോലെ 1 ഇഞ്ച് തയ്യൽ തുമ്പ് ആ ഒരു വരയിലും കൂടി അടയാളപ്പെടുത്തി. ഇനി ആ ഒരു വരയ്ക്ക് ശേഷമാണ് ബാക്കിയുള്ള ആം ഹോളിൻ്റെ ആ ഒരു വണ്ണമൊക്കെ അടയാളപ്പെടുത്തേണ്ടത്. ആം ഹോളിൻ്റെ വണ്ണം അടയാളപ്പെടുത്താൻ ഞാൻ ഇന്നലെ ഒരു സ്ലീവിൽ കാണിച്ചതുപോലെ തന്നെ ഈ ഒരു സ്ലീവിൻ്റെ ആം ഹോള് 8.5 വരുന്നത്. അപ്പോൾ തയ്യൽ തുമ്പ് ഒന്നും ഞാനിപ്പോൾ ചേർക്കുന്നില്ല. ഒരു 1/2 ഇഞ്ച് മാത്രമേ തയ്യൽ തുമ്പ് കൂട്ടി ചേർക്കുന്നുള്ളൂ. ഏകദേശം 1.5 ഇഞ്ചോളം വേണം. അപ്പോൾ ഒരു 10 ഇഞ്ചോളം വേണം. പക്ഷെ ഞാനിവിടെ 8.5യും അതിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ച് മാത്രമാണ് തയ്യൽ തുമ്പ് ചേർക്കുന്നത്. അപ്പോൾ സ്ലീവിൻ്റെ വണ്ണം ഞാൻ ഇന്നലെ ഉള്ള ആ ഒരു വീഡിയോയിൽ കാണിച്ചതുപോലെ തന്നെയാണ്. വളരെ സിമ്പിളായിട്ട് ആം ഹോളിൻ്റെ ആ വണ്ണം എടുത്ത് അവിടെ അടയാളപ്പെടുത്തുകയാണ് കേട്ടോ. 8.5യും പ്ലസ് ഒരു 1/2 ഇഞ്ച് അധികം, അങ്ങനെ 9 ഇഞ്ച് അവിടെ ആം ഹോളിൻ്റെ വണ്ണം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ആ താഴത്തെ വണ്ണം ഉണ്ടല്ലോ, അതാണ് അടയാളപ്പെടുത്തേണ്ടത്. അപ്പോൾ താഴത്തെ വണ്ണം ശരിക്കും ഒരു 5.5 വരുന്നത്. 5.5 ഒരു 6 ഇഞ്ചാണ് എനിക്ക് വരുന്നത്. പക്ഷെ നമുക്ക് മുകളിൽ ആ പഫിൻ്റെ ഇങ്ങനെ ചുറ്റി വരുമ്പോൾ അവിടെ നമുക്ക് 1.5 ഇഞ്ചോളം നമുക്ക് എക്സ്ട്രാ കിട്ടും. അതുകൊണ്ട് ഞാൻ ആ ഒരു 6 ഇഞ്ചിൽ നിന്ന് 1.5 കുറച്ച് 4.5 ഇഞ്ചിലാണ് അടയാളപ്പെടുത്തുന്നത്. 4.5 ഇഞ്ചും പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂട്ടി ചേർത്ത് അങ്ങനെ 5.5 ഇഞ്ചിലാണ് അടയാളപ്പെടുത്തുന്നത്. അപ്പോൾ താഴത്തെ വണ്ണവും അവിടെ അടയാളപ്പെടുത്തി കഴിഞ്ഞു. 4.5യും പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പും ചേർത്ത് 5.5യിലേക്ക് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ അധികമായിട്ടൊന്നും ചെയ്തിട്ടില്ല. ലെങ്ത്ത് അടയാളപ്പെടുത്തി, ആം ഹോളിൻ്റെ വണ്ണം അടയാളപ്പെടുത്തി, അതുപോലത്തെ തന്നെ താഴത്തെ വണ്ണം 1.5 ഇഞ്ച് കുറച്ചിട്ട് അതും അടയാളപ്പെടുത്തി. ഇനി ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഷോർട്ട് സ്ലീവിന് ചെയ്തതുപോലെ തന്നെ 3 ഇഞ്ച് ആം ഹോളിൻ്റെ ആ വണ്ണം എടുത്തില്ലേ, അവിടുന്ന് താഴത്തേക്ക് 3 ഇഞ്ച് അടയാളപ്പെടുത്തുക. ലോങ് സ്ലീവ് അല്ലാത്തതുകൊണ്ട് 3 ഇഞ്ചാണ് അവിടെ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ആ 3 ഇഞ്ചിലേക്കാണ് നമ്മൾ ആം ഹോളിൻ്റെ ആ ഒരു കർവ് വരക്കുന്നത്. ബാക്കിയെല്ലാം സെയിം അതേപോലെ തന്നെയാണ്, കഴിഞ്ഞ ആ ഒരു വീഡിയോയിൽ ചെയ്തതുപോലെ തന്നെയാണ്. അപ്പോൾ അവിടെ ആ ഒരു ആം ഹോളിൻ്റെ ആ ഒരു റൗണ്ട് കർവ് പോലെയുള്ള അത് വരക്കാൻ വേണ്ടി ഞാൻ തുണി കുറച്ച് ഇങ്ങനെ വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ആ ഒരു പോയിന്റിലേക്ക് എത്തുമ്പോൾ ഒരു ചെറിയൊരു കർവ് രൂപത്തിൽ ഇങ്ങനെ വരച്ചു കൊടുക്കുക. അല്ലാതെ അവിടെ ഒരുപാട് വരകളോ അളവിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് വളരെ സിമ്പിളായിട്ട് ഒരു ഷോർട്ട് സ്ലീവ് ആയാലും പഫ് സ്ലീവ് ആയാലും വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ഞാൻ ഫോളോ ചെയ്യുന്നത് ഈ ഒരു രീതിയിലാണ്. എനിക്കങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നാറില്ല. അപ്പം നിങ്ങൾക്ക് ഇതേപോലെ ചെയ്ത് പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ ഇത് തന്നെ ഫോളോ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി ആ ഒരു 3 ഇഞ്ച് അടയാളപ്പെടുത്തിയ ആ ഒരു ലൈനും അതുപോലെ താഴത്തെ വണ്ണം നമ്മൾ തയ്യൽ തുമ്പ് അടയാളപ്പെടുത്തിയ ആ ഒരു പോയിൻറ്റും തമ്മിൽ യോജിപ്പിക്കുകയാണ്. ഇനി വളരെ സിമ്പിളാണ്, അതേ രീതിയിൽ ഒന്ന് കട്ട് ചെയ്യുകയാണ്. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ആ ഒരു പഫിന് വേണ്ടി നമ്മൾ ഒഴിവാക്കിയില്ലേ, അവിടെ നമ്മൾ കട്ട് ചെയ്യാൻ പാടില്ല.
നമ്മൾ ആ ഒരു സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരച്ചില്ലേ, അവിടെ മുതലാണ് നമ്മൾ ആം ഹോളിൻ്റെ ആ ഒരു കർവ് അതേ രീതിയിൽ കട്ട് ചെയ്തെടുക്കേണ്ടത്. അധികം ആൾക്കാർക്കും ഈ ഒരു സ്ലീവിൻ്റെ കാര്യത്തിൽ ഭയങ്കര ഒരു ടെൻഷനാണ്. കാരണം ഒരുപാട് നോക്കിയപ്പോൾ എല്ലാം ഒരുപാട് അളവുകളും അതുപോലെ ഒരുപാട് വരകളും അങ്ങനെ എന്തൊക്കെയോ കാണുന്ന സമയത്ത് വളരെ ഒരു ടെൻഷനാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ് കേട്ടോ. അപ്പോൾ ഇതേ രീതിയിൽ ഒന്ന് കട്ട് ചെയ്യാണ്. അങ്ങനെ സ്ലീവിൻ്റെ കട്ടിങ് കഴിഞ്ഞു കേട്ടോ. നിങ്ങൾക്ക് 2 സ്ലീവിൻ്റെ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ 2 പാർട്ട് കിട്ടും. ഞാനിപ്പോൾ 1 മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇനി ആ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച ആ ഒരു ഭാഗത്ത് നിന്നാണ് നമുക്ക് അതിൻ്റെ ഒരു ഞൊറിവ് കിട്ടൽ കേട്ടോ. അപ്പോൾ അവിടെ നമുക്ക് മനസ്സിലാവാൻ വേണ്ടി ആ 2 ഭാഗത്തും ഓരോരോ കട്ടിങ്സ് ഇങ്ങനെ കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. കാരണം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് എവിടെ മുതലാണ് നമുക്ക് ഞൊറിവ് എടുക്കേണ്ടത് എന്നുള്ളത് ചിലപ്പോൾ മനസ്സിലാവില്ല. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് അത് അറിയണമെങ്കിൽ ഇതണക്കത്തെ ഒരു കട്ടിങ്സ് കൊടുത്തേ തീരൂ. അപ്പോൾ അത് മറക്കാണ്ട് ചെയ്യേണ്ടതാണ്. ഇനിയുള്ളത് നമുക്ക് ഫ്രണ്ട് ആം ഹോള് ചിലവർക്ക് ഒന്ന് കുഴിച്ച് വെട്ടാറുണ്ട്. അപ്പോൾ അത് അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു 1/2 ഇഞ്ച് താഴ്ത്തി ഒന്ന് വരച്ചു കൊടുത്ത് അതിലേ കൂടി ഒന്ന് കട്ട് ചെയ്താൽ മതി കേട്ടോ. ഇപ്പം ഞാനത് ചെയ്യുന്നില്ല. അപ്പോൾ ഇതാണ് ഒരു പഫ് സ്ലീവിൻ്റെ ഒരു സിമ്പിളായിട്ടുള്ള ഒരു കട്ടിങ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ളത് ആദ്യം നമ്മൾ ലെങ്ത് അടയാളപ്പെടുത്തി, അതിനുശേഷം 4.5 ഇഞ്ച് അതിൻ്റെ ആ ഒരു പഫിന് വേണ്ടി ചെയ്തു. പിന്നെ അടിവശത്തുള്ള വണ്ണം അടയാളപ്പെടുത്തി, ആം ഹോളിൻ്റെ ആ ഒരു വണ്ണം അടയാളപ്പെടുത്തി, അത് 3 ഇഞ്ച് അങ്ങോട്ടേക്ക് ചെയ്ത് അതിലേ കൂടി കർവ് വരച്ചതിന് ശേഷം കട്ട് ചെയ്തെടുത്താണ് കേട്ടോ. ഇത്ര മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇനി സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഞൊറിവ് എടുക്കുന്ന ആ ഒരു സ്ഥലത്ത് ശരിയായിട്ടില്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് തുണി എക്സ്ട്രാ കാണും. അപ്പോൾ അത് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി, വേറെ പ്രശ്നമൊന്നും വരില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ.